സ്വാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാന്തനത്തിൽ ഇന്ന് വക്കീൽ ഓഫീസിലിരിക്കുന്ന ബാലനെയും ദേവിയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. സ്വത്ത് ഭാഗം വയ്ക്കുന്നതിൻ്റെ തീരുമാനമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ വക്കീൽ ഓഫീസിലെത്തിയിരിക്കുന്നത്. വക്കീൽ ചോദിക്കുന്നുണ്ട്, കണ്ണൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും പെട്ടെന്നുള്ളൊരു നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല. ബാലനെ കണ്ണനോട് സംസാരിച്ച് ഈ ഭാഗം വെപ്പ് ഒന്ന് ഒഴിവാക്കാമായിരുന്നില്ലേ എന്ന് വക്കീൽ ചോദിക്കുന്നുണ്ട്. എന്നാൽ ബാലൻ പറയുന്നുണ്ട്, ഞാനും ശങ്കരമാമയൊക്കെ ഒരുപാട് ശ്രമിച്ചതാണ്, പക്ഷേ കണ്ണൻ സമ്മതിക്കുന്നില്ല. അതേപോലെ തന്നെ ശിവൻ പലിശയ്ക്കെടുത്ത 7 ലക്ഷം രൂപ കൊണ്ടു കൊടുത്തിട്ട് പോലും കണ്ണൻ സമ്മതിച്ചില്ല. ആവശ്യപ്പെട്ട മുഴുവൻ തുകയും കിട്ടണമെന്നാണ് കണ്ണൻ്റെ ആവശ്യം. ദേവിക്കൊന്ന് ശ്രമിച്ചുകൂടെ എന്ന് വക്കീൽ ചോദിക്കുന്നുണ്ട്. എന്നാൽ ദേവി വളരെയധികം വിഷമത്തോടെ തന്നെ പറയുന്നുണ്ട്, ഞാൻ വളർത്തിയ കണ്ണനൊന്നുമല്ല സാറേ അത്. ഇവിടുന്ന് ചെന്നൈയിലേക്ക് പോകുമ്പോഴുള്ള കണ്ണനല്ല ഇപ്പോൾ തിരികെ വന്നിരിക്കുന്നത്. അവൻ ഞാൻ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല. ഞാൻ വളർത്തിയ എൻ്റെ മകനെ പോലെ വളർത്തിയ കണ്ണനൊന്നുമല്ല അത് എന്നൊക്കെ പറഞ്ഞ് ദേവി അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ബാലേട്ടൻ ദേവിനെ ആശ്വസിപ്പിക്കുമ്പോൾ ദേവി വക്കീലിനോട് സോറിയൊക്കെ പറയുന്നുണ്ട്. തൻ്റെ വിഷമം കൊണ്ടാണ് കരഞ്ഞു പോയതെന്നൊക്കെ പറയുന്നുണ്ട്. വക്കീൽ പറയുന്നുണ്ട്, എനിക്കറിയാത്ത കുടുംബമല്ലല്ലോ നിങ്ങളെങ്ങനെയാണ് അനിയന്മാരെ വളർത്തിയെന്നൊക്കെ എനിക്കറിയാം. എന്തായാലും ബാലൻ പറഞ്ഞ രീതിയിലുള്ള ഭാഗം വെപ്പിന് എന്താണ് ദേവിയുടെ അഭിപ്രായം എന്നൊക്കെ വക്കീൽ ചോദിക്കുന്നുണ്ട്. ബാലേട്ടൻ എന്ത് തീരുമാനം എടുത്താലും ഞാൻ അതിനെതിരെ പറയില്ല എന്ന് സാറിന് അറിഞ്ഞുകൂടെ. ബാലേട്ടൻ ഏത് രീതിയിലാണോ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ മുന്നോട്ട് പൊക്കോ എന്ന് ദേവി വക്കീലിനോട് പറയുന്നുണ്ട്. ബാലൻ അതിന് ശേഷം പറയുന്നുണ്ട്, സാറേ ഇത് പെട്ടെന്നൊന്നൊരു തീരുമാനമാക്കി തരണം, വേഗം ഇതിൻ്റെ രജിസ്ട്രേഷനൊക്കെ കഴിച്ചു തരണമെന്നൊക്കെ പറയുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ തന്നെ രജിസ്ട്രേഷൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോരുന്ന ബാലനെയും ദേവിയാണ് കാണിക്കുന്നത്. അതിനുശേഷം ബാലൻ ദേവിയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഏത് തീരുമാനത്തിനും താൻ എന്നും ഒരുമിച്ച് നിന്നിട്ടുണ്ട്, ഇതിനും അങ്ങനെ തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ദേവിക്കും ബാലൻ എടുത്ത തീരുമാനത്തിൽ എതിരഭിപ്രായമൊന്നുമില്ല എന്നാണ് ദേവിയും പറയുന്നത്. അതിനുശേഷം മാവിൻ ചോട്ടിലിരിക്കുന്ന കണ്ണനെയാണ് കാണിക്കുന്നത്. അപ്പോൾ തന്നെ ശിവൻ വരുന്നുണ്ട്. ശിവൻ വന്നിട്ട് കണ്ണൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ കണ്ണ നീ ഇവിടെ ഇരിക്കുന്നത്? അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഞാനിവിടുന്ന് ചെന്നൈയിലേക്ക് തിരിച്ചു പോകാനാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് വീണ്ടും തിരിച്ചു വരാമെന്ന് കണ്ണൻ പറയുന്നുണ്ട്. ഇത് കേട്ട ശിവനെ ആകെ കലി തുള്ളിയിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് മുഴുവൻ പൈസയും കിട്ടിയിട്ടേ നീ തിരിച്ചു പോകുള്ളൂ എന്ന് പറഞ്ഞ് ഇത്രയധികം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നീ ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. അത് കഴിഞ്ഞ് ഇവിടെ വീണ്ടും സമാധാനമാകുമ്പോൾ നീ വീണ്ടും വന്ന് വീണ്ടും പ്രശ്നമുണ്ടാക്കാനാണോ നിൻ്റെ തീരുമാനം? അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, ഞാനാണോ ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത്? പിന്നെ നീയല്ലേ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇത്രയധികം പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടാക്കിയത് നീ ഒറ്റൊരുത്തനല്ലേ എന്ന് ശിവൻ ചോദിക്കുന്നുണ്ട്. നീ ഇനി തിരിച്ചു പോയി ഈ വീട്ടിൽ വീണ്ടും സമാധാനം വരുമ്പോൾ നീ വീണ്ടും വന്ന് വീണ്ടും പ്രശ്നമുണ്ടാക്കുവാനാണോ നിൻ്റെ പുറപ്പാടെന്നൊക്കെ ചോദിച്ച് കണ്ണൻ്റെ അടുത്ത് ചൂടാവുന്ന ശിവനെയാണ് കാണിക്കുന്നത്. കണ്ണനും ശിവനും അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദേവിയും ബാലനും വക്കീൽ ഓഫീസിൽ നിന്ന് വരുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സംസാരം കേട്ടിട്ട് ഇവിടെ എന്തോ പ്രശ്നം നടക്കുകയാണെന്ന് കരുതി ദേവിയും ബാലനും ഓടി ശിവൻ്റെ അടുത്തേക്കും കണ്ണൻ്റെ അടുത്തേക്കും എത്തുന്നുണ്ട്. ദേവി ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ പ്രശ്നം വലുതുമാണോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, കണ്ണൻ തിരിച്ച് ചെന്നൈയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ദേവേച്ചി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദേവി ചോദിക്കുന്നുണ്ട്, മുഴുവൻ തുകയും കിട്ടാതെ നീ ഇവിടുന്ന് പോകില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ പോകാൻ പോവുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, നീ എന്തായാലും ഒരു 10 ദിവസം കാത്തിരിക്കുക, നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ നീ ആവശ്യപ്പെട്ടതിനും കൂടുതൽ തുക ചിലപ്പോൾ നിനക്ക് കിട്ടിയേക്കുമെന്നൊക്കെ പറഞ്ഞ് കണ്ണനോട് പറയുന്നുണ്ട് ബാലൻ. നീ ഒന്ന് വെയിറ്റ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരവിടുന്ന് പോകുമ്പോൾ ശിവൻ കണ്ണനോട് പറയുന്നുണ്ട്, ബാലേട്ടൻ ഇനി എന്ത് പണയം വെച്ചിട്ടാണാവോ നിനക്കുള്ള തുക കണ്ടെത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞ് ആ ഭാഗം അവിടെ അവസാനിക്കുകയാണ്. അതിനുശേഷം അടുക്കളയിൽ നിൽക്കുന്ന ദേവിയാണ് കാണിക്കുന്നത്. നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് അഞ്ജലി ഓടി എത്തിയിട്ട് പറയുന്നുണ്ട്, ദേവേച്ചി പരിപ്പല്ലേ അടപ്പത്തിട്ടിരിക്കുന്നത്, ഇത് എത്രാമത്തെ വിസിലാണ്? 4 വിസിൽ അങ്ങോട്ട് കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ദേവേച്ചി എന്താലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവി പറയുന്നുണ്ട്, ഞാൻ ദേവുട്ടീനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അഞ്ജു, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അഞ്ജു ചോദിക്കുന്നുണ്ട്, ഇന്നലെ ദേവിയേച്ചിയും ബാലേട്ടനൊന്നും ഉറങ്ങിയിട്ടില്ല എന്ന് എനിക്കറിയാം, പക്ഷെ ഉറങ്ങാത്ത നിങ്ങൾ രാവിലെ തന്നെ എവിടേക്കാണ് എണീറ്റ് പോയത് എന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് ദേവി തങ്ങൾ വക്കീൽ ഓഫീസിലേക്ക് പോയതാണെന്ന് പറഞ്ഞിട്ടില്ല, അത് മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദേവി പറയുന്നുണ്ട്, ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയതാണ്, അമ്പലത്തിലേക്ക് പോയി തൊഴുതു, അതിന് ശേഷം അവിടെ ആൽത്തറയിലിരുന്ന് കുറച്ച് നേരം സമാധാനത്തോടെ ഇരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അഞ്ജു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഉച്ചവരെയും അമ്പലത്തിൽ തന്നെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവി ഇങ്ങനെ കള്ളത്തരം മറയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, അല്ലല്ല അതിനുശേഷം ബാലേട്ടൻ 2-3 സുഹൃത്തുക്കളെ കാണണമെന്ന് പറഞ്ഞു, അങ്ങനെ പോയേക്കായിരുന്നു. അപ്പോൾ ഇത്രയും സമയം സുഹൃത്തുക്കളോട് എന്താണ് സംസാരിക്കാനുണ്ടെന്നുള്ളത് അഞ്ജു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവി പറയുന്നുണ്ട്, അതൊക്കെ അവിടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ അഞ്ജു, എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോൾ
അഞ്ച് പറയുന്നുണ്ട്, എന്തോ കള്ളത്തരമുണ്ടല്ലോ ദേവേച്ചി എന്നോട് എന്തോ മറച്ചു വെക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ദേവി ആ രംഗം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ കള്ളക്കടത്ത് നടത്താൻ പോവുകയായിരുന്നു, നീ പോയി ശിവനെയും നീയും പോയിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആ രംഗം അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അടുക്കളയിൽ നിൽക്കുന്ന ദേവിയുടെ അടുത്തേക്ക് നമ്മുടെ ദേവുട്ടി വരുന്നതാണ്. അമ്മേ എന്ന് വിളിച്ചിട്ട് ദേവുട്ടി വരുന്നുണ്ട്. ദേവൂട്ടീനെ കണ്ടതും ദേവിക്ക് ഭയങ്കരധികം സന്തോഷമായി. ദേവൂട്ടീനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയായിരുന്നു ദേവി. നമുക്ക് ആ ഒരു രംഗം കാണുമ്പോൾ ഭയങ്കരധികം സന്തോഷം തോന്നും. സന്തോഷത്തിൻ്റെ ഒപ്പം തന്നെ സങ്കടം തോന്നും. കാരണം ഒരു അമ്മയും മോളെന്ന രീതിയിൽ ഇത്രയധികം സ്നേഹിച്ചിട്ട് പെട്ടെന്ന് ദേവൂട്ടീനെ സ്നേഹിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ദേവൂട്ടിക്കും അതേപോലെ തന്നെ ദേവിക്കും അത് പറ്റില്ല. അതൊരിക്കലും ഒരു മനുഷ്യന് പറ്റാവുന്ന ഒരു കാര്യമല്ല. എന്തായാലും ദേവൂട്ടീനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് അടുക്കളയുടെ സ്ലാബിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തിയിട്ട് ദേവൂട്ടിയോട് സംസാരിക്കുകയായിരുന്നു ദേവി. അപ്പോൾ ദേവൂട്ടി പറയുന്നുണ്ട്, മമ്മി കാണാതെയാണ് ഞാൻ വന്നിരിക്കണേന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദേവൂട്ടി എന്നിട്ട് ചോദിക്കുകയാണ്, അമ്മ എനിക്കുണ്ടാക്കിയ പലഹാരം തായോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദേവൂട്ടിയുടെ കാര്യത്തിലൊന്നും ഇടപെടരുതെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ദേവൂട്ടിക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദേവൂട്ടി ചോദിക്കുന്നുണ്ട്, എനിക്ക് പലഹാരം തായോ എന്ന് പറയുമ്പോൾ ദേവി പറയുന്നുണ്ട്, ഇപ്പോൾ ദേവൂട്ടി മരുന്ന് കഴിക്കലേ, അതുകൊണ്ട് എണ്ണയിൽ ഉണ്ടാക്കിയ പലഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല, മമ്മി കണ്ടു കഴിഞ്ഞാൽ വഴക്ക് പറയുന്നൊക്കെ പറയുന്നുണ്ട്. ദേവൂട്ടിക്ക് അമ്മ വേറെ പലഹാരം ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ആ രംഗം കഴിയുകയാണ്. അപ്പോൾ ദേവൂട്ടി തിരിച്ചു പോയിട്ട് വീണ്ടും വന്നിട്ട് പറയാണ്, അമ്മയെ പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് എന്നെ വിളിച്ചോളോട്ടാ എന്ന് പറയുന്നുണ്ട്. ദേവൂട്ടീനെ മാക്സിമം ഒഴിവാക്കാനാണ് ദേവി ശ്രമിച്ചത്. അതിനുശേഷം റൂമിൽ ഇരുന്നിട്ട് ദേവൂട്ടിയുടെ ഓരോ കാര്യങ്ങളും അതേപോലെ തന്നെ അപ്പു 2 ദിവസം മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ദേവി കരയണ ഭാഗങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ബാലേട്ടൻ വന്നിട്ട്, ദേവി നീ ഇനിയും ഇതിനെപ്പറ്റി കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അടുക്കളയിൽ ദേവൂട്ടിയുമായിട്ട് നടന്ന കാര്യത്തിനെ പറ്റിയിട്ട് ദേവി പറഞ്ഞു, ഇങ്ങനെ ദേവൂട്ടി വന്നു, ഞാൻ പലഹാരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ ഉണ്ടാക്കി കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമത്തോടെ ബാലനോട് പറയാണ്. അപ്പോൾ ബാലൻ പറയാണ്, ഇനി ദേവൂട്ടീനെ വാശി പിടിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ ദേവൂട്ടിനെയും കൊണ്ട് അപ്പു അമരാവതിയിലേക്ക് പോകും, അത് നിനക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ളത് അറിഞ്ഞുകൂടെ ദേവി, അതുകൊണ്ട് നീ ദേവൂട്ടിയുടെ കാര്യം മാത്രം ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കാണ്ട് വേറെ കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് ഇടപെട്, എനിക്ക് ദേവിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് ബാലൻ പറയാണ്. അപ്പോൾ ദേവി പറയാണ്, എനിക്കിപ്പോൾ ഒന്നും സംസാരിക്കാനും പറ്റിയ അവസ്ഥയിലല്ല ബാലേട്ടാ, എനിക്ക് ആകെ മനസ്സ് വിഷമിച്ചുകൊണ്ട് ഞാൻ ഇരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, നീ ദേവൂട്ടിയുടെ കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് പേടിയാവാണ് ദേവി ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാനുള്ള കാര്യം നീ കേൾക്കുന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. എന്നിട്ട് ബാലൻ പോയിട്ട് നമ്മുടെ മാവിൻ ചുവട്ടിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ കുറേ നേരം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവി വന്ന് നോക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ബാലൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ബാലേട്ടാ എന്നോട് പറയാനുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, നമ്മൾ ഒരുപാട് വർഷം മുമ്പ് നമ്മുടെ ജീവിതം വേണ്ട എന്ന് വെച്ചിട്ട് നമ്മൾ അനിയന്മാർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളൊരു തീരുമാനം എടുത്തിരുന്നു. ഞാനെടുത്ത ആ തീരുമാനത്തിൻ്റെ കൂടെ ദേവിയും എൻ്റെ കൂടെ നിന്നു, എന്നാൽ ഇപ്പോൾ ആ തീരുമാനം തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയാണ്. ദേവി പറയുന്നുണ്ട്, ബാലേട്ട അതൊക്കെ ശരിയാവും, വിഷമിക്കാണ്ടിരിക്കുന്നൊക്കെ ദേവി പറയുന്നുണ്ട്. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, ഞാൻ കുറച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പോവുകയാണ് ദേവി, നീ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവി പറയുന്നുണ്ട്, ബാലേട്ടൻ എന്ത് തീരുമാനം എടുത്താലും ഞാൻ ബാലേട്ടൻ്റെ കൂടെ നിൽക്കാറില്ലേ, പിന്നെ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ അനിയന്മാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം മാറ്റി വെച്ചതിന് തെറ്റായി പോയി, അതുകൊണ്ട് തന്നെ അത് തിരുത്താനാണ് ഞാൻ പോകുന്നത്, ഞാൻ അതിന് വേണ്ടിയിട്ടൊരു തീരുമാനമെടുത്തിട്ടുണ്ട്, ദേവി അതിന് സമ്മതിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇന്ന് വളരെ ലൈറ്റായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് ഒരുപാട് പേരെയൊന്നും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. ദേവൂട്ടിയുടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നതും അതുപോലെ തന്നെ വക്കീൽ ഓഫീസിൽ നടന്ന കാര്യങ്ങളും മാത്രമാണ് നടന്നിട്ടുള്ളത്. വേറെ വിവാദമായിട്ടോ അല്ലെങ്കിൽ വളരെ പ്രത്യേകതയായിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. വരും എപ്പിസോഡുകളിലായിരിക്കും സ്വാതന്ത്ര്യത്തിൻ്റെ അവസാന ഭാഗങ്ങളുണ്ടായിരിക്കുക. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലൊരു ഹാപ്പി എൻഡിങ് ആയിരിക്കട്ടെ സ്വാതന്ത്ര്യം കുടുംബം എന്നാണ് ആശംസിക്കുന്നത്. കാരണം നമ്മൾ സീരിയൽ പ്രേമികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സീരിയലായിരുന്നു സ്വാതന്ത്ര്യം. അപ്പോൾ അതിൻ്റെ അവസാനം നല്ല ഭാഗങ്ങളിലൂടെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ അടുത്ത എപ്പിസോഡിനായി നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.